അച്ഛൻ്റെ തർപ്പണം, ബലി ഇത്യാദിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർമ്മത്തെ അത് സ്വാധീനിക്കും, നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. ഈ ബന്ധങ്ങളൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ കർമ്മരംഗത്ത് എന്തെങ്കിലും ലോപങ്ങൾ, എന്തെങ്കിലും അപൂർണത ദർശിക്കുന്ന സമയത്ത് നമുക്ക് സംശയമാവും, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ആ മരിച്ചു എന്ന് സങ്കല്പിക്കുന്ന ദിവസം വെറുതെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് വല്ല കുളത്തിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏറ്റവും വളരെ ലളിതമായിട്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വെള്ളം എടുത്ത് സ്മരിച്ചുകൊണ്ട് ആ വെള്ളത്തെ തന്നെ നദിയിലേക്കോ കുളത്തിലേക്കോ വിട്ടാൽ മതി. എന്നിട്ട് വന്ന് ഈ അപ്പൂപ്പന് ബലിയിട്ട് കഴിഞ്ഞാൽ ഈ കാക്ക വന്ന് ഇങ്ങനെ എടുക്കും. കാഴ്ചയിൽ ഏകദേശം അപ്പൂപ്പനെ പോലെ ഉണ്ടാവും. അതെ, ആ തലയും കാക്കയുടെ തലയും ഒക്കെ നോട്ടം. അതെ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെയാണ് നോക്കിയത്. എന്നിട്ട് നമ്മൾ പറയാം ഇതാണെന്ന് തോന്നുന്നില്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. ജീവിയിൽ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാക്കയായിട്ട് അപ്പൂപ്പൻ വരികയാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല.